ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പുതിയൊരു വീഡിയോ ചെയ്യുകയാണ്. കുക്കിംഗ് വീഡിയോ ആണ്. നമ്മളതിന് വേണ്ടി എടുത്തിരിക്കുന്ന മീനാണ്, കുറുവായാണ് എടുത്തിരിക്കുന്നത്. കുറുവായും കൊണ്ടുള്ള മപ്പാസാണ് വെക്കുന്നത്. കുറുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറുവ വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കുക. കൂടെ നമ്മൾ ചേമ്പാണ്, വെട്ടിച്ചേമ്പാണ്, ചീമച്ചേമ്പാണ് എടുക്കുന്നത്. കുറുവായ്ക്കകത്ത് ഇടാനല്ല, ചീമച്ചേമ്പ് പുഴുങ്ങി കുറുവായി മപ്പാസുമായിട്ട് കഴിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ഈ കുറുവായ ഒന്ന് വെട്ടി വൃത്തിയാക്കട്ടെ. വൃത്തിയാക്കി കഴിഞ്ഞ് വഴിയെ ഓരോന്നും കാണിച്ചു തരാം. ഓക്കെ. നമുക്ക് ചേമ്പ് പറിക്കാം. ചേമ്പ് പറിക്കാൻ പോകാം. വേണ്ട, ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്, തൂമ്പായും എടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ പറമ്പിലാണ് വെട്ടിയിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് പറിക്കാം. പറമ്പിൽ വള്ളിയൊക്കെ കയറി നാശമായിരിക്കുക. ഇതൊക്കെ അപ്പടി വെള്ളം കയറി. ഈ ചേമ്പ് നട്ടപ്പം മുതലേ എൻ്റെ ചവിട്ടി വെള്ളമാണ്. ഇത് നമുക്ക് ഈ തട ഇതിവിടെ തന്നെ നമുക്ക് കുഴിച്ചു വെക്കാം. നമ്മൾ ഇങ്ങനെ ഓരോ ചെമ്പും പറിച്ച് നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കുക. നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ കുഴിച്ച് നോക്കാം. ചേമ്പ് നമ്മൾ പറിച്ച് ഇനി ഇതും വൃത്തിയാക്കി പുഴുങ്ങണം. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു തരാം. ഓക്കെ. ഇപ്പോൾ മപ്പാസ് വെക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങളാണ് സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. ഇതിൻ്റെ പെരിഞ്ജീരകം വേണം, കുരുമുളക് വേണം, മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി. ഇത്രയും സാധനമാണ്. തേങ്ങാപ്പാൽ. ഇത്രയും സാധനമാണ് നമ്മൾ മപ്പാസ് വെക്കുന്നതിന് വേണ്ടത്. ഇതും ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെക്കട്ടെ. കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ മീൻ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വരച്ചിൽ വരഞ്ഞ് ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പകുതി ഫ്രൈ ചെയ്യണം, പകുതി വേവിക്കണം. അതായത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറക്കണം. അതിന് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. മുളക് പൊടിയും അല്പം മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് വറക്കുക. പകുതി വേണ്ട. അപ്പം അങ്ങനെ വറുത്തിട്ടാണ് നമ്മൾ മപ്പാസ് വെക്കുന്നത്. നമുക്ക് പുഴുങ്ങാനുള്ള ചേമ്പ് ഒന്ന് ശരിയാക്കി എടുക്കുക. പുറത്തെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിക്ക് കഴുകി നമ്മൾ ചേമ്പ് അകത്ത് വെച്ചാണ് പുഴുങ്ങുന്നത്. നമുക്ക് ഇങ്ങനെ തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി നമുക്കിത് റെഡിയാക്കി എടുക്കാം. നമുക്ക് തേങ്ങാപ്പാലിന് വേണ്ടി ഒരു തേങ്ങ എടുത്ത് പൊതിക്കാം. പാര എടുക്കട്ടെ. അത്ര വലിയ തേങ്ങ വേണമെന്നില്ല, നമുക്ക് ചെറിയ തേങ്ങ മതി.
നമുക്ക് ആവശ്യമുള്ളത്ര വലിപ്പമുള്ള തേങ്ങയാണ്. ഉണ്ടോ? തേങ്ങ എപ്പോൾ പൊതിച്ചാലും അവന് തേങ്ങ വെള്ളം വേണം. അവൻ്റെ പാത്രമായി ഇതിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഉണ്ടോ? നോക്കുന്നുണ്ട്. വാടാ. തേങ്ങ വെള്ളം കൊതിച്ചതിനാണ്. തേങ്ങ എപ്പോൾ പൊതിച്ചാലും അവന് തേങ്ങ വെള്ളം വേണം. നമുക്കതിന്ന് ചിരവി ഇതിൻ്റെ പാലെടുക്കാം. 1-ാം പാലും 2-ാം പാലും എടുക്കാം. അപ്പോൾ നമുക്ക് ചിരവി എടുക്കാം. തേങ്ങ നമ്മൾ ഈ ഒരു തേങ്ങ ചിരവി കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള അത്രയും തേങ്ങ ഇനി ഇതിൻ്റെ പാലെടുക്കണം. കുറുവ മപ്പാസ് വെക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നേരെ അടുപ്പിലിട്ട് വെച്ചാൽ മതി, അടുപ്പും കത്തിച്ചാൽ മതി. ഉണ്ടോ? കുറുവ നമ്മൾ പകുതി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ കൂടുതൽ ചേർത്തിട്ടില്ല. മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി മാത്രമേ പകുതിയേ ഇത് ചെയ്തിട്ടുള്ളൂ. ഇതിനി ഞാൻ അടുപ്പ് കത്തിച്ച് ഓരോന്നും ചേർക്കാൻ നേരത്ത് അതുപോലെ പറയാം. ഓക്കെ, നമുക്ക് നേരെ അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിയിട്ടുണ്ട്. നേരെ അടുപ്പിലിട്ട് ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഇരിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം കരിയാപ്പില ഇടാം. രണ്ടാമത് നമ്മൾ ഇഞ്ചിയാണ് ഇടുന്നത്. ഇഞ്ചി അല്പം വെന്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ വെളുത്തുള്ളി ഇടുന്നു, പച്ചമുളക് ഇടുന്നു, സവോള ഇടുന്നു. വെളുത്തുള്ളിയാണ് ഇടുന്നത്. പച്ചമുളക്, സവോളയും കൊണ്ട് ഇടുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോഴേ നമ്മളടുത്ത പൊടികൾ ചേർക്കത്തുള്ളൂ. സവാള എളുപ്പം വെന്ത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. സവാള ഏതാണ്ട് വഴന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടിയാണ് വേണ്ടത്. അതെ, മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുമ്പോൾ നമ്മൾ നേരെ 2-ാം പാല് ചരിക്കുക. നമ്മൾ 2-ാം പാല് ചരിക്കുകയാണ്. അല്പം വെള്ളം കൂടെ നമ്മൾ ചരിക്കുന്നുണ്ട്. മീൻ ഒന്ന് മുങ്ങിക്കിടക്കണം, അത്ര വെള്ളം ഉള്ളു. അത്ര വെള്ളമാണ് നമുക്ക് ചരിക്കേണ്ടത്. ഒത്തിരി വെള്ളം കൂടിയാൽ ഒത്തിരി സമയം ഫ്രൈ ചെയ്ത് വേവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ മീൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഇതിനകത്ത് ചരിച്ചിട്ടുള്ളൂ. നമ്മുടെ മപ്പാസിൻ്റെ ഗ്രേവി ഏതാണ്ട് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്തോട്ട് പൊടിച്ചു വച്ചിരിക്കുന്ന കുരുമുളക്, പെരിഞ്ചീരകം, ഇതാണ് ഇനി നമ്മളങ്ങോട്ട് ചേർക്കാൻ പോകുന്നത്. പച്ചമുളകും
കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. ഈ മീൻ ഓരോ കഷ്ണം ഓരോ മീൻ വീതം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നു. പകുതി വറുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്തിരിക്കുന്ന കുറുവയാണ്. ഉണ്ടോ? നമ്മുടെ കറി ഏതാണ്ടൊക്കെ റെഡി ആയിരിക്കുകയാണ്. കുറച്ച് സമയം കൂടെ ഒന്ന് തിളച്ചോട്ടെ. കാര്യം മീൻ നമ്മൾ പകുതി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതൊന്ന് വെന്തോട്ടെ, ഇപ്പം കൂടെ വെന്തോട്ടെ. നമ്മുടെ കുറുവ പപ്പാസ് ഏതാണ്ട് റെഡി ആയിരിക്കുകയാണ്. നമുക്കൊരു പുളിക്ക് വേണ്ടി ഒരു അല്പം വിനാഗിരി, അല്പം കുറച്ച്, നമ്മൾ പൊതുവെ മീൻകറിക്കൊരു സ്വല്പം പുളി വേണം. ഇത് അതിൻ്റെ ടേസ്റ്റ് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ശകലം വിനാഗിരി ചരിച്ചത്. ഇനി നമ്മൾ കറി വേണ്ട റെഡി ആയിരിക്കുകയാണ്. മപ്പാസ് ശരിയായിരിക്കുകയാണ്. ഇനി നമ്മൾ ആദ്യത്തെ പാൽ, ഒന്നാം പാൽ നമ്മൾ ചരിക്കുകയാണ്. ഒന്നാം പാൽ ചരിച്ച് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങുക. ഒന്നാം പാൽ ചരിച്ച് ഒന്ന് നെരി കൊത്തിക്കോട്ടെ, നമുക്ക് വാങ്ങാം. തീ കുറച്ചിരിക്കുകയാണ്. നമ്മൾ പപ്പാസ് വെക്കുമ്പോൾ ഈ തവിയിട്ട് കണ്ടമാനം ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ കണ്ടമാനം ഇളക്കരുത്. ഒരു മീഡിയം പരുവത്തിൽ, മീൻ പൊടിയാത്ത പരുവത്തിൽ ഇളക്കാവുള്ളൂ. മീൻ പപ്പാസ് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ നേരെ ഇത് വാങ്ങി വെക്കാം. നമ്മുടെ കുറുവ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ചേമ്പ് നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ചേമ്പ് ചൂടാ, ഒന്ന് തട പിടിക്കട്ടെ. ചേമ്പ് നമുക്ക് ഇങ്ങോട്ട് കുടഞ്ഞിടാം. ഇനി നമ്മുടെ പാസം കൂടി ഇതിനകത്തോട്ട് ഉണ്ടോ. അടിപൊളി മപ്പാസാണ്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. കുറുവ മപ്പാസ് വെച്ചത്, ചേമ്പ് ഒഴുകിയത്, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം നമുക്ക്. അടിപൊളി സാധനമാണ്, അടിപൊളി സൂപ്പർ സാധനമാണ്. ആദ്യം ഇതിൻ്റെ ചാറിനകത്ത് ഒന്ന് മുക്കി നോക്കട്ടെ. ഇനി കുറുവ ഒന്ന് എടുത്ത് നോക്കാം. കുറുവ പപ്പാസാണ്. ഒന്ന് കഴിക്കാം. സൂപ്പർ. അങ്ങനുണ്ട്. നമ്മുടെ കൊച്ചോ പറഞ്ഞ അടിപൊളിയാണ്, സൂപ്പറാണെന്ന് പറഞ്ഞു. മീനാക്ഷി മീൻ കൂട്ടുന്നില്ല, അവൾ ചേമ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. മീനാക്ഷി പഠിത്തം കഴിഞ്ഞ അവധിയാണ്, അവധിക്ക് അവൾ വീട്ടിൽ വന്നതാണ്. അപ്പം നമുക്ക് അല്പം ചേമ്പും കുറുവായുടെ ഒരു ശകലം മീനും ശകലം ഗ്രേവിയും കൂടെ
എടുത്ത് സൂപ്പർ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കമൻറ്റോടെ ഒന്ന് പറയണം. ഓക്കെ, ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ.